എല്ലാവർക്കും ലക്ഷ്യയിലേക്ക് സ്വാഗതം. LGS പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. LGSന്റെ PQ പർവം. ഈ അടുത്ത് നടന്ന LGS പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇക്കണോമിക്സ് പാഠഭാഗമാണ്. ഇക്കണോമിക്സ് പാഠഭാഗത്ത് നിന്നും ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LGS ജ്വാല എന്നാണ് അതിന്റെ പേര്. അപ്പോൾ LGS പരീക്ഷ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കോഴ്സൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കുക, എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ ശ്രമിക്കുക. PQ ക്വസ്റ്റൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. ഈ അടുത്ത് നടന്ന LGS ലെവൽ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യം പരിശോധിക്കാം. ഈ അടുത്ത് നടന്ന LGS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഏത് LGS പരീക്ഷയായിരുന്നു ചോദിച്ചാൽ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും ഉൾപ്പെടുന്നു. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചോദ്യവും ഇതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ CSO, ഇപ്പോൾ NSO ആണ്, CSO എന്നുള്ള പേര് മാറിയിട്ടുണ്ട്, ഇപ്പൊ പുതിയ പേര് NSO എന്നാണ്. അപ്പോൾ CSO അല്ലെങ്കിൽ NSO മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറയാണ്, ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി ഇന്ത്യക്കകത്തുള്ള സമ്പദ് വ്യവസ്ഥയെ CSO അല്ലെങ്കിൽ NSO മൂന്ന് മേഖലകളായിട്ടാണ് തരംതിരിച്ചത്. ഒന്ന് കാർഷിക മേഖല, രണ്ട് വ്യാവസായിക മേഖല, മൂന്ന് സേവന മേഖല. വീണ്ടും പറയണം, എന്തിനു വേണ്ടിയാണ് തരംതിരിച്ചത്? ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മൂന്ന് മേഖലകളായി തരംതിരിച്ചു. CSO അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേര് NSO. ഏതൊക്കെയാണത്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. കാർഷിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാഥമിക മേഖല. ഇംഗ്ലീഷിൽ പ്രൈമറി സെക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ. LGS പരീക്ഷ ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. വ്യാവസായിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദ്വിതീയ മേഖല. ഈ ദ്വിതീയം എന്നാണ് കൂടുതലും പരീക്ഷയ്ക്ക് കാണുന്നത് കേട്ടോ. സേവന മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തൃതീയ മേഖല. അപ്പൊ കാർഷികം അല്ലെങ്കിൽ പ്രാഥമികം, വ്യാവസായികം അല്ലെങ്കിൽ ദ്വിതീയം, സേവനം അല്ലെങ്കിൽ തൃതീയം. പിടികിട്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ് തരംതിരിച്ചത്? ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയാണ് തരംതിരിച്ചത്. അപ്പൊ ഈ മൂന്ന് മേഖലയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാം. ആദ്യം കാർഷിക മേഖലയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എടാ നോക്കി, കാർഷിക മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം കാർഷിക മേഖലയാണ്. ഒരു പ്രത്യേക ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഏത് മേഖല? കാർഷിക മേഖല. അടുത്ത നോക്കി, മത്സ്യബന്ധനം. അറിയാലോ, മീൻ പിടിക്കാനൊക്കെ പോകുന്നത്. മത്സ്യബന്ധനം, വനപരിപാലനം, ഫോറസ്റ്റ് കൺസർവേഷൻ, വനങ്ങളെയൊക്കെ പരിപാലിക്കുന്നത്, ഇതെല്ലാം ഏത് മേഖലയാണ്? കാർഷിക മേഖലയാണ്. അപ്പൊ മത്സ്യബന്ധനം, വനപരിപാലനം, ഇതെല്ലാം ഏത് മേഖലയാണ്? കാർഷിക മേഖല. അതുപോലെ ഖനനം, മൈനിങ്, ഖനനം ചെയ്തെടുക്കുക, മൈൻ ചെയ്തെടുക്കുക, കേട്ടിട്ടില്ലേ? അതും കാർഷിക മേഖലയാണ് കേട്ടോ, മാറിപ്പോകരുത്. ഖനനം കാർഷികമാണോ അല്ലയോ എന്ന് ഡൗട്ട് വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഖനനം ഏത് മേഖലയാണ്? കാർഷിക മേഖലയാണ്. ഇനി അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം, റോ മെറ്റീരിയൽസിന്റെ ഉൽപാദനം. ഈ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം എന്ന് പറയുമ്പോൾ, റോ മെറ്റീരിയൽസിന്റെ ഉൽപാദനം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കണം. ഈ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സാധനമാണ് കരിമ്പ്. ആ കരിമ്പാണ് അസംസ്കൃത വസ്തു. ഇത്രേ ഉള്ളൂ, അതാണ് റോ മെറ്റീരിയൽസ്. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന വസ്തുവാണ് കരിമ്പ്, അതാണ് അസംസ്കൃത വസ്തു, അതാണ് റോ മെറ്റീരിയൽ. പിടികിട്ടും. മറ്റൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സാധനം, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന സാധനം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇത്ര പറഞ്ഞാൽ മതി. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ഒരു അസംസ്കൃത വസ്തു, റോ മെറ്റീരിയൽ ആണ് കരിമ്പ്. ഈ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏതാണ്? കാർഷിക മേഖല. കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏതാണ്? കാർഷിക മേഖല. അപ്പോ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം, റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മേഖല? കാർഷിക മേഖല. അടുത്ത് നോക്കിയേ, ജലസേചനം, ഇറിഗേഷൻ. ഇറിഗേഷൻ എന്താണ് ഈ ജലസേചനം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് കിട്ടുന്ന വെള്ളം, ആറ്റിന്നോ തോട്ടിന്നോ ഡാമിന്നോ എവിടുന്നോ ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ നേരിട്ടെടുത്ത് കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിച്ചാൽ അതാണ് ജലസേചനം. ഇംഗ്ലീഷിൽ ഇറിഗേഷൻ, ജലസേചനം. നമുക്ക് നേരിട്ട് കിട്ടുന്ന വെള്ളം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നു, കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്നു. വെള്ളത്തിന് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല, വെള്ളത്തിന് രൂപമാറ്റം ഒന്നും വരുത്തുന്നില്ല, നേരിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുകയാണ്. അതാണ് എന്തോന്ന്? ജലസേചനം, ഇറിഗേഷൻ. പിടികിട്ടുവേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാർഷിക മേഖലയിൽ പ്രധാനമായിട്ട് വരുന്നത്. SCERT പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ പഠിച്ചേ. മത്സ്യബന്ധനം, അതുപോലെ വനപരിപാലനം, വനങ്ങളെ സംരക്ഷിക്കുന്ന വനപരിപാലനം. ഇനി വെറൈറ്റി സാധനമായിരുന്നു ഖനനം എന്ന് പറയുന്ന മൈനിങ്, കാർഷിക മേഖല. അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം, റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏത്? കാർഷിക മേഖല. അതുപോലെ
ജലസേചനം, ഇറിഗേഷൻ, വെള്ളം നേരിട്ടെടുക്കുന്നു, കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്നു. അവിടെ വെള്ളത്തിന് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല, വെള്ളത്തിനൊരു മാറ്റം ഒന്നും വരുത്തുന്നില്ല. ഏത് മേഖല? ജലസേചനം. കാർഷിക മേഖല. പിടികിട്ടുവേ? അടുത്ത വ്യാവസായിക മേഖലയാണ് പറയാൻ പോകുന്നത്. വ്യാവസായിക മേഖല. വ്യാവസായിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കി. എല്ലാത്തരം വ്യവസായങ്ങളും ഏത് മേഖല? വ്യാവസായിക മേഖല. അത് ചോദിച്ചാൽ എല്ലാവരും എഴുതും. എല്ലാത്തരം വ്യവസായങ്ങൾ ഏത് മേഖല? വ്യാവസായിക മേഖല. എല്ലാവർക്കും അറിയാം. അടുത്ത ശ്രദ്ധിക്കുക, സാധനങ്ങളുടെ ഉൽപാദനം. നമ്മളിപ്പോ പറഞ്ഞ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏത്? വ്യാവസായിക മേഖല. പഞ്ചസാര ഒരു സാധനമല്ലേ? അത് ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏത്? വ്യാവസായിക മേഖല. പിടികിട്ടു, അത്രേ ഉള്ളൂ. ഡ്രസ് ഉൽപ്പാദിപ്പിക്കുന്നു ഏത് മേഖല? വ്യാവസായിക മേഖല. ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് മേഖല? വ്യാവസായിക മേഖല. അപ്പൊ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏത്? വ്യാവസായിക മേഖല. ഡ്രസ്, ഫുഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏത്? വ്യാവസായിക മേഖല. അതിനോടൊപ്പം തന്നെ പാഠഭാഗത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട് വൈദ്യുതി ഉൽപാദനം ഏത് മേഖല എന്ന്. വൈദ്യുതി ഉൽപാദനം ഏത് മേഖലയാണ്? അതും വ്യാവസായിക മേഖലയാണ്. ഏത് മേഖല? വ്യാവസായിക മേഖല. ഇത് നോക്കി, നിർമ്മാണം, കെട്ടിട നിർമ്മാണം, മൺപാത്ര നിർമ്മാണം. മൺപാത്ര നിർമ്മാണം നമ്മളിപ്പോ കണ്ടു. LGSന്റെ ക്വസ്റ്റൻ ആണ്. LGS പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റൻ ആണ് മൺപാത്ര നിർമ്മാണം. ഏത് മേഖല? ഉത്തരം കിട്ടിയേ വ്യാവസായിക മേഖല. ബാക്കി നോക്കിയേ, നിർമ്മാണം. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്വസ്റ്റൻ ആണ്. നിർമ്മാണം ഏത് മേഖല എന്നുള്ളത്. അത് വ്യാവസായിക മേഖല. കെട്ടിട നിർമ്മാണം ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് മേഖല? വ്യാവസായിക മേഖല. അപ്പൊ നിർമ്മാണം എന്ന് ചോദിച്ചാലും, കെട്ടിട നിർമ്മാണം എന്ന് എടുത്തു ചോദിച്ചാലും, മൺപാത്ര നിർമ്മാണം എന്ന് എടുത്തു ചോദിച്ചാൽ ഏത് മേഖല? വ്യാവസായിക മേഖല. ജനറലി നിർമ്മാണം എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയാണെങ്കിൽ ഏത് നിർമ്മാണം ചോദിച്ചാലും വ്യാവസായിക മേഖലയാണ്. പിടികിട്ടേ? അടുത്തത് ജലവിതരണം, വാട്ടർ സപ്ലൈ. അതൊരു PQ ക്വസ്റ്റൻ ആണ്. LGS പരീക്ഷയ്ക്ക് അല്ലെങ്കിലും ഒരു PQ ക്വസ്റ്റൻ ആണ്. ജലവിതരണം, വാട്ടർ സപ്ലൈ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ വീട്ടിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഈ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ഈ ആറ്റിൽ നിന്നും തോട്ടിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം നേരിട്ടാണോ വീട്ടിലോട്ട് ഓഫീസിലോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. വെള്ളം കളക്ട് ചെയ്യുന്നു, ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. ടാങ്കിൽ സ്റ്റോർ ചെയ്തതിനു ശേഷം അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ഒരുപാട് ചേഞ്ച് വരുത്തി, ഒരുപാട് രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷമാണ് നമ്മുടെ ഈ ഓഫീസിലോട്ടും വീട്ടിലോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജലവിതരണത്തെ വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളം എടുത്ത് അത് സ്റ്റോർ ചെയ്ത് അതിനകത്ത് ബ്ലീച്ചിങ്, ക്ലീനിങ്, പ്യൂരിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലോറിനേഷൻ. ഈ ക്ലോറിനേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം അതിന് ചേഞ്ച് ഒക്കെ വരുത്തി, രൂപമാറ്റമൊക്കെ വരുത്തി, ചേഞ്ച് വരുത്തിയതിന് ശേഷമാണ് വീട്ടിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. ഈ ചേഞ്ചസ് എല്ലാം വരുത്തി വെള്ളത്തിന് ചേഞ്ച് വരുത്തുന്നത് കൊണ്ടാണ് അതിന് ഏത് മേഖലയിൽ? വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ജലവിതരണം ഏത് മേഖലയാണ്? വ്യാവസായിക മേഖല. അപ്പൊ ഇത്രയേ ഉള്ളൂ വ്യാവസായിക മേഖല. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാത്തരം വ്യവസായങ്ങളും വ്യാവസായിക മേഖലയാണ്. അതുപോലെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു, ഡ്രസ് ഉൽപ്പാദിപ്പിക്കുന്നു, ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, ഇതെല്ലാം ഏത് മേഖല? വ്യാവസായിക മേഖല. ഇനി നിർമ്മാണം വ്യാവസായിക മേഖല പഠിച്ചതാണ്. നിർമ്മാണം കൺസ്ട്രക്ഷൻ. അപ്പം കെട്ടിട നിർമ്മാണമായാലും ശരി, മൺപാത്ര നിർമ്മിക്കുന്നതായാലും ശരി, എല്ലാം ഏത് മേഖല? വ്യാവസായിക മേഖല. പിന്നെ നമ്മൾ പഠിച്ചു ജലവിതരണം, വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഏത് മേഖലയാണ്? വ്യാവസായിക മേഖല. അപ്പൊ കഴിഞ്ഞു എക്സാമ്പിൾ. പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ്. അടുത്തത് സേവന മേഖല. സേവന മേഖല പഠിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സേവനം കിട്ടുന്നുണ്ടോ? സർവീസ് കിട്ടുന്നുണ്ടോ? ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സേവനം, സർവീസ് കിട്ടുന്നുണ്ടോ? എക്സാമ്പിൾ പറഞ്ഞാൽ അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്നത് ഒരു സേവനമാണ്, അല്ലടാ. അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സേവനമാണ്, സർവീസാണ്, പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. ഒരു സേവനമാണ്, സേവന മേഖലയാണ്. വിദ്യാഭ്യാസം ഒരു സേവന മേഖലയാണ്. ആശുപത്രിയിൽ ചെന്നാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. അവിടെയുള്ള ആൾക്കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? സേവനമാണ്. ആശുപത്രിയിൽ സേവനമല്ലേ? അസുഖം വന്ന് ഇതാണ് നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നു, സേവനം തരുന്നു. ഹോട്ടലിൽ പോയാൽ ഭക്ഷണം കിട്ടുന്ന ഒരു സേവനമല്ലേ? അവർ നമുക്കൊരു സേവനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്കിൽ പോയാൽ കിട്ടുന്ന സേവനമല്ലേ? ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, ലോൺ എടുക്കാൻ പറ്റും. ബാങ്ക് നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ സേവനം കിട്ടുന്നുണ്ടോ? ഇൻഷുറൻസ് അവർ തരുന്നത് നമുക്കൊരു സേവനമാണ് തരുന്നത്. ജനങ്ങൾക്കായാലും വാഹനങ്ങൾക്കായാലും സേവനമാണ് കൊടുക്കുന്നത് ഇൻഷുറൻസ്. ഇപ്പൊ വിദ്യാഭ്യാസം, IT, ബാങ്കിങ്, ഗതാഗതം, ബസ്, പേരെ ബസ് സർവീസ് എന്നാണ്. ബസ് സേവനം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ്സിൽ കയറി കൊണ്ടുപോകില്ലേ? സേവനമാണ്. വിദ്യാഭ്യാസം, IT, ബാങ്കിങ്, ഗതാഗതം, ആരോഗ്യം, അതായത് ആശുപത്രി, ഹോട്ടൽ, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, ഇതെല്ലാം ജനങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിട്ടുന്ന സർവീസുകളാണ്. അതാണ് സേവന മേഖല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വിദ്യാഭ്യാസം, IT, ബാങ്കിങ്, ആരോഗ്യം, ഹോട്ടൽ, ഗതാഗതം, വാണിജ്യം, വ്യാപാരം. കണ്ട, വാണിജ്യം, വ്യാപാരം, ട്രേഡ്, കൊമേഴ്സ്. ഈ കൊമേഴ്സ് കേട്ടില്ലേ? ആമസോൺ, ഫ്ലിപ്കാർട്ട് സേവനമല്ലേ? വീട്ടിൽ കൊണ്ട് വരില്ലേ സാധനങ്ങൾ? അവിടെ ഇരുന്നാൽ പോരെ? സേവനമാണ്. റിയൽ എസ്റ്റേറ്റ്, വാർത്താവിനിമയം പറയണ്ടല്ലോ, വീട്ടിൽ ഇരുന്നാൽ പോരെ? ന്യൂസ്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നമ്മൾ ഇറങ്ങി അന്വേഷിച്ചാൽ കിട്ടുന്നതിനേക്കാളും കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? സേവനമല്ലേ പിള്ളേരെ? ആണ്. അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, സംഭരണം, ഇൻഷുറൻസ്, ഇതെല്ലാം എന്താണ്? ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ്, ഇതെല്ലാം എന്താണ്? സേവനമാണ്. അപ്പൊ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സേവനം കിട്ടുന്നുണ്ടോ? സർവീസ്
കിട്ടുന്നുണ്ടെങ്കിൽ ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. പിടികിട്ടും. 3 മേഖലയിലെയും എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു LGS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മൺപാത്ര നിർമ്മാണം ഏത് മേഖല എന്ന്. അതുകൊണ്ട് ഈ എക്സാമ്പിളൊക്കെ എഴുതിയെടുത്ത് വായിച്ച് പഠിക്കുക. അപ്പൊ ഓരോ മേഖലയിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, അത് എന്തൊക്കെ വരുമെന്നുള്ളതും അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഈ ഓരോ മേഖലയിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള പങ്ക് എത്രയാണെന്നുള്ളതാണ്. ഇത് എക്കണോമിക്സ് ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു ഏരിയ ആണെങ്കിലും കറണ്ട് അഫയറിൽ കൂടി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോളുക. കറണ്ട് അഫയറിലും ചോദിക്കാം. എക്കണോമിക്സ് പാഠഭാഗത്ത് നിന്ന് മാത്രമല്ല കറണ്ട് അഫയറിലും ചോദിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണിത്. GDP-യിലേക്കുള്ള അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന. ദേശീയ വരുമാനത്തിലേക്ക് ഓരോ മേഖലയും എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സംഭാവന നൽകുന്നത്, അതാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. LGS ഉൾപ്പെടെയുള്ള ഒരുപാട് എക്സാമുകൾക്ക് ഇത് കറണ്ട് അഫയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. GDP-യിലേക്ക് കാർഷിക മേഖല നൽകുന്ന സംഭാവന അപ്രോക്സിമേറ്റ്ലി 18.3%. 18.3% വരുമാനമാണ് കാർഷിക മേഖല നൽകുന്നത്. വ്യാവസായിക മേഖല നൽകുന്നത് ഏകദേശം 27.6% വരുമാനമാണ്. ഏകദേശം 27.6% വരുമാനം. 54% വരുന്നതും സേവന മേഖലയിൽ നിന്നാണ്. ഏത് മേഖലയിൽ നിന്ന്? സേവന മേഖലയിൽ നിന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന എത്രയാണ്? ടോട്ടൽ വരുമാനത്തിന്റെ 18.3% വരുമാനമാണ് കാർഷിക മേഖലയിൽ നിന്ന്. അത്രേ ഉള്ളൂ. ടോട്ടൽ വരുമാനത്തിന്റെ 27.6% വരുമാനം മാത്രമേ വ്യാവസായിക മേഖലയിൽ നിന്നുള്ളൂ. എന്നാൽ ടോട്ടൽ വരുമാനത്തിന്റെ 54% മെജോറിറ്റി വരുമാനവും വരുന്നത് സേവന മേഖലയിൽ നിന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കാം. നിലവിലെ ഏകദേശ വരുമാനം എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന മേഖല ഏത്? സേവന മേഖല 54%. ഏറ്റവും കുറവ് വരുമാനം ഏത്? കാർഷിക മേഖല 18.3%. അങ്ങനെ ചോദിക്കാം. ഏറ്റവും കുറവ് സംഭാവന, ഏറ്റവും കൂടുതൽ സംഭാവന, അങ്ങനെ എങ്ങനെയാണോ ചോദിക്കാം. ഓക്കെ. ഇനി അതല്ലാതെ സ്പെസിഫൈ ചെയ്തെടുത്ത് ചോദിക്കാം. കാർഷിക മേഖലയുടെ ഇപ്പോഴത്തെ ഏകദേശ വരുമാനം എത്രയാണ്? ഇത് പഠിച്ചു വെക്കുമ്പോൾ നമ്മളൊരു റേഞ്ച് അനുസരിച്ച് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതായത് PSC കറക്റ്റ് നമ്പർ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 2-3 വർഷം മുന്നേയുള്ള കണക്കൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് അനുസരിച്ച് പഠിച്ചാൽ ഒരു 2-3 വർഷം മുന്നേയുള്ള കണക്ക് ചോദിച്ചാൽ ഇപ്പോഴത്തെ കണക്ക് വെച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഈസി ആയിട്ട്. ഇത്രേ ഉള്ളൂ. ഒരു 16%-നും 21%-നും ഇടയിലാണ് വരുമാനമെങ്കിൽ അത് കാർഷിക മേഖലയായിരിക്കും. അത്രേ ഉള്ളൂ. ഒരു 22%-നും 29%-നും ഇടയിലാണ് വരുമാനമെങ്കിൽ അത് വ്യാവസായിക മേഖലയായിരിക്കും. 50%-ന് മുകളിലാണ് വരുമാനമെങ്കിൽ മോർ ദാൻ 50%, 50%-ന് മുകളിലാണ് വരുമാനമെങ്കിൽ അത് ഏത് മേഖലയായിരിക്കും? സേവന മേഖലയായിരിക്കും. അപ്പൊ ഈ റേഞ്ച് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്. 16-നും 21-നും ഇടയിൽ ഏത് മേഖല? കാർഷിക മേഖല. 22-നും 29-നും ഇടയിൽ ഏത് മേഖല? വ്യാവസായിക മേഖല. 50-ന് മുകളിലേക്കാണെങ്കിൽ ഏത് മേഖല? സേവന മേഖല. ഇതിങ്ങനെ പറയാൻ കാര്യം ഒരു എക്സാമിന് ചോദിച്ചത് ഇങ്ങനെയാണ്. സേവന മേഖലയുടെ വരുമാനം 50%-ന് മുകളിലാണ്. ശരിയോ തെറ്റോ? അപ്പൊ നോക്കാം. സേവന മേഖല 54 അല്ലെങ്കിൽ 50-ന് മുകളിലാണ്. ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, വ്യാവസായിക മേഖലയുടെ വരുമാനം 30%-ൽ താഴെയാണ്. കണ്ട കട്ട് ഓഫ് വെച്ച് പറയുന്നത് 30-ൽ താഴെ. അതാണ് ഞാൻ പറഞ്ഞത്. 22-നും 29-നും ഇടയിലായിരിക്കും വ്യാവസായിക മേഖല. ഏറ്റവും കുറവ് വരുമാനം കാർഷിക മേഖല. പിടികിട്ട്. അങ്ങനെ പലതരത്തിൽ ചോദിക്കാം. കറക്റ്റ് നമ്പർ ചോദിക്കാം, ഏകദേശ കണക്ക് ചോദിക്കാം, കൂടുതൽ ഏത് കുറവേത് ചോദിക്കാം. വൃത്തിയായിട്ട് പഠിക്കുക. ഈ കണക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്സ് പാഠഭാഗം എന്നുള്ള കറണ്ട് അഫയർ എന്ന രീതിയിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കണക്കാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത പഠിക്കാൻ പോകുന്നത് ഓരോ മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ്. ഓരോ മേഖലയിൽ നിന്ന് വരുന്ന വരുമാനം നമ്മൾ പഠിച്ചു. അടുത്ത പഠിക്കാൻ പോകുന്ന ഓരോ മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം. നിലവിലത്തെ കണക്ക് പ്രകാരം ഏകദേശം 48 മുതൽ 49% പേര് ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. അതായത് നിലവിലത്തെ കണക്ക് പ്രകാരം ഏകദേശം പകുതിയോളം പേര് 48-49 കേൾക്കുമ്പോൾ കറക്റ്റ് അതിന് ചോദിക്കുന്നു വിചാരിക്കരുത്. 1-2% ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടൊക്കെ പോവാം. 48-49 പറയുമ്പോൾ ഒരു 1-2% ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടൊക്കെ പോകാൻ ഓർത്തോളുക. ഏകദേശം 48-49% പേര് ജോലി ചെയ്യുന്ന മേഖല ഏതാണ്? കാർഷിക മേഖല. അല്ലെങ്കിൽ ഏകദേശം 50% പേര് ജോലി ചെയ്യുന്ന മേഖല ഏതാണ്? കാർഷിക മേഖല. വ്യാവസായിക മേഖലയിൽ ഏകദേശം 22 മുതൽ 24% പേരാണ് ജോലി ചെയ്യുന്നത്. ഒരു അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു 30% പേരാണ് സേവന മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഏകദേശം 30% പേരാണ് സേവന മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ആവറേജ് കണക്ക്. അപ്പൊ ശ്രദ്ധിക്കുക. ഏകദേശം 50%-ഓളം അല്ലെങ്കിൽ 48-49 50%-ഓളം ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല കാർഷിക മേഖല. 22 മുതൽ 24% പേരാണ് വ്യാവസായിക മേഖലയിൽ ജോലി ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു ആവറേജ് കണക്ക് 30%-ഓളം പേരാണ് സേവന മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഒരു 1-2% ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ചോദിച്ചാൽ എഴുതിക്കൊള്ളണേ. കാര്യം ഇത് കറക്റ്റ് നമ്പറിന് ചോദിക്കുന്നു പറയാൻ പറ്റത്തില്ല. ഒരു 1-2% ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടൊക്കെ മാറാൻ ഓർത്തോളുക. അപ്പൊ നോക്കിയേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല ഏത്? കാർഷിക മേഖല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല കാർഷിക മേഖല. ആ കാർഷിക മേഖലയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കുറവ് വരുമാനം കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖലയിൽ കാർഷിക മേഖല. ആ കാർഷിക മേഖലയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കുറവ് വരുമാനം കിട്ടുന്നത്. നോക്കി പിടികിട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്ന് നമുക്ക് ഏറ്റവും കുറവ് വരുമാനം. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. വേറൊന്നുമില്ല. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ഒരു സ്ഥലത്ത് 3 പേര് ജോലി ചെയ്യുന്നുണ്ട്.
3 പേര് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 കിലോ സാധനമാണെന്ന് വിചാരിക്കുക. 3 പേര് ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നത് 100 കിലോ സാധനം. അവിടേക്ക് 2 പേരെ കൂടി ജോലിക്ക് കൊണ്ടുവന്നു. ഇപ്പൊ എത്ര പേരായി? 5 പേരായി. 5 പേര് ജോലി ചെയ്യുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്നത് 100 കിലോ സാധനം തന്നെയാണ്. 3 പേര് ചെയ്തപ്പോൾ കിട്ടിയത് 100 കിലോ. ഇപ്പൊ 2 പേരെ കൂടി കൊണ്ടുവന്നു 5 പേരായി. അപ്പൊ 5 പേര് ചെയ്യുമ്പോഴും കിട്ടുന്നത് 100 കിലോ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പ്രൊഡക്ഷനിൽ? ഇല്ല. 3 പേരുണ്ടായിരുന്നപ്പോഴും 100, 5 പേരായപ്പോഴും 100. അതായത് ആ 2 പേര് വെറുതെയാണ് ജോലി ചെയ്യുന്നത്. ആ 2 പേര് വന്നത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു ജോലിക്ക് വേണ്ടി അവർ വെറുതെ ജോലി ചെയ്യുന്നു. 3 പേര് ചെയ്തപ്പോഴേ 100 കിട്ടുമായിരുന്നു. പിന്നെ 5 പേര് വന്നപ്പോഴും 100 തന്നെ. ആ 2 പേര് വെറുതെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർ ജോലി ചെയ്യുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒന്നുമില്ല. വെറുതെ ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യും. അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെയുള്ള തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. എന്തോന്ന്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇംഗ്ലീഷിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. അപ്പൊ പ്രച്ഛന്ന തൊഴിലില്ലായ്മ കാണപ്പെടുന്ന മേഖല ഏതാണ്? കാർഷിക മേഖല. പിടികിട്ടോല്ലോ? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രച്ഛന്ന തൊഴിലില്ലായ്മ കാണപ്പെടുന്ന മേഖല ഏത്? കാർഷിക മേഖല. ഇനി പ്രച്ഛന്ന തൊഴിലില്ലായ്മയ്ക്ക് മൂല കാരണം ഏത് മേഖലയാണ്? കാർഷിക മേഖല. പിടികിട്ടാൻ എക്സാമ്പിൾ പിടികിട്ട് വെറുതെ ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യുന്നു. അവർ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗമൊന്നുമില്ല. പിടികിട്ടു? അതാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇനി നോക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല കാർഷിക മേഖലയാണ്. അതും ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല ഏത്? ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന മേഖല ഏത്? ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഏത് മേഖല? കാർഷിക മേഖല. ഏറ്റവും കുറവ് വരുമാനവും കാർഷിക മേഖലയാണ്. ഏറ്റവും കുറവ് വരുമാനം കാർഷിക മേഖലയാണ്. എന്നാൽ ആ കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്നത് കൊണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് കൊണ്ട് കാർഷിക മേഖല അറിയപ്പെടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. അപ്പൊ കാർഷിക മേഖലയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിളിക്കാൻ കാര്യം വരുമാനം വെച്ചിട്ടല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. അത് വെച്ചിട്ടാണ് കാർഷിക മേഖലയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്നതും കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏത് മേഖല? കാർഷിക മേഖല. അപ്പൊ നോക്കി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖല, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി നൽകുന്ന മേഖല. അതുപോലെ തന്നെ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്നതും കാർഷിക മേഖല. പിടികിട്ടുവേ? എടാ നോക്കി, കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന ഒരുതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. പ്രച്ഛന്ന തൊഴിലില്ലായ്മ പഠിച്ച കാര്യമാണ്. എന്താണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പഠിച്ചു, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല കാർഷിക മേഖല, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന മേഖല കാർഷിക മേഖല, ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് കാർഷിക മേഖല. അതുകൊണ്ടാണ് കാർഷിക മേഖലയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത്. കാർഷിക മേഖലയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്നതും കാർഷിക മേഖലയാണ്. സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്നതും കാർഷിക മേഖലയാണ്. അതുപോലെ മറ്റൊരു വിശേഷണമുണ്ട്, വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ. നോക്കണേ, വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ എന്നും പറയാറുണ്ട്. ഏത്? കാർഷിക മേഖല. എന്തുകൊണ്ടാണ് ഈ കാർഷിക മേഖല വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്? ഒരു കുഞ്ഞ് എക്സാമ്പിൾ ആണ്. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യാവസായിക മേഖലയാണ്. കാര്യം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖല ഏത്? വ്യാവസായിക മേഖല. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഉൽപാദനം, സാധനങ്ങളുടെ ഉൽപാദനം, വൈദ്യുതി ഉൽപാദനം, കുറെ എക്സാമ്പിൾ പഠിച്ചു. അപ്പൊ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വ്യാവസായിക മേഖലയാണ്. മെഷീനിലേക്ക് കയറ്റിയാണ് പഞ്ചസാരയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വിചാരിക്കുക. അപ്പൊ വ്യാവസായിക മേഖലയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വ്യാവസായിക മേഖലയിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ നിന്നും കരിമ്പ് വരണം. കാർഷിക മേഖലയിൽ നിന്നും കരിമ്പ് വന്നാലേ വ്യാവസായിക മേഖലയിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ വ്യാവസായിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സാധനം എവിടെ നിന്ന് വരണം? കാർഷിക മേഖലയിൽ നിന്ന്. ഇനി വ്യാവസായിക മേഖലയിൽ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കുന്നു, മാവ് എവിടെ നിന്ന് വരണം? കാർഷിക മേഖലയിൽ നിന്ന്. അപ്പൊ കാർഷിക മേഖലയിൽ നിന്ന് സാധനങ്ങൾ വന്നാലേ വ്യാവസായിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ എന്ന് ഏത് മേഖലയെ വിളിക്കുന്ന? കാർഷിക മേഖലയെ. കാർഷിക മേഖലയിൽ നിന്ന് മാവ് വന്നാലേ വ്യാവസായിക മേഖലയിൽ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കാർഷിക മേഖലയിൽ നിന്ന് കരിമ്പ് വന്നാലേ വ്യാവസായിക മേഖലയിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ കാർഷിക മേഖലയിൽ നിന്ന് സാധനങ്ങൾ വന്നാലേ വ്യാവസായിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ എന്ന് കാർഷിക മേഖലയെ പറയുന്നത്. അപ്പൊ കാർഷിക മേഖലയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഓക്കെ ആണ്. ഇനി ഈ 3 മേഖലയിലും, കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഈ 3 മേഖലയിലും സംഭവിച്ച മാറ്റങ്ങൾ കൂടി നമുക്കൊന്ന് പറയാം. നമ്മൾ ഈ മാറ്റങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ടൈം തൊട്ട് ഇപ്പോൾ വരെയുള്ള കാര്യം, ഇങ്ങനെയാണ് നമ്മൾ മാറ്റങ്ങൾ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, ഇതാണ് മാറ്റം. ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരുന്നതും ഏറ്റവും വലിയ വരുമാനം കിട്ടിയിരുന്നൊക്കെ കാർഷിക മേഖലയാണ്. എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏത് മേഖലയ്ക്കായിരുന്നു? കാർഷിക മേഖലയ്ക്ക് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കുറവ് വരുമാനമാണ് കാർഷിക മേഖല. അതായത് കാർഷിക മേഖലയുടെ വരുമാനം അന്നത്തെ അപേക്ഷിച്ച് ഇന്നേക്ക് എത്തുമ്പോൾ കുറഞ്ഞു വരികയാണ്.
കാർഷിക മേഖലയുടെ വരുമാനം കാലക്രമേണ കുറഞ്ഞു വരികയാണ്. കാർഷിക മേഖലയുടെ വരുമാനം കാലക്രമേണ കുറഞ്ഞു വരികയാണ്. ഇനി വ്യാവസായിക മേഖലയിലേക്ക് വരുമ്പോൾ വ്യാവസായിക മേഖലയുടെ വരുമാനവും പണ്ടത്തെ അപേക്ഷിച്ച് ചെറിയ തോതിൽ കുറഞ്ഞു വരികയാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യാവസായിക മേഖല അന്നും ഇന്നും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ വളരെ ക്രിസ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യാവസായിക മേഖലയിലും ചെറിയ തോതിൽ കുറവ് കാണിക്കുന്നു എന്നാണ് PSC ഉത്തരപ്രകാരം കൊടുത്തിരിക്കുന്നത്. വ്യാവസായിക മേഖല സത്യം പറയുകയാണെങ്കിൽ പണ്ട് ഇപ്പോഴും നോക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല, ഒരുപാട് കൂടിയിട്ടില്ല ഒരുപാട് കുറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും PSC ഉത്തരപ്രകാരം വ്യാവസായിക മേഖലയുടെ വരുമാനം കുറഞ്ഞു വരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. PSC കൊടുത്ത അങ്ങനെയാണ് ആൻസർ. PSC പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ വ്യാവസായിക മേഖലയും പണ്ടത്തെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നു എന്നാണ് കൊടുത്തേക്കുന്നത്. ഇനി സേവന മേഖല, വിദ്യാഭ്യാസം, IT, ബാങ്കിങ്, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ആശുപത്രി. ഇപ്പൊ പഠിച്ചതേ ഉള്ള എക്സാമ്പിൾ സേവന മേഖലയുടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബാങ്കിങ്ങും വിദ്യാഭ്യാസവും ഗതാഗതവും ആശുപത്രി, ആരോഗ്യം, ഈ വാർത്താവിനിമയവും ഈ വക കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ടോ? വളരെ കുറച്ചാങ്കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഇത്രയും വലുതായിട്ടൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. അതൊക്കെ ഡെവലപ്പ് ആവുന്നത് പിൽക്കാലത്തിന് ശേഷമാണ്, പിന്നീടാണ് ഇതെല്ലാം ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ സേവന മേഖല വളരെ കുറവായിരുന്നു. വിദ്യാഭ്യാസം, IT, ബാങ്കിങ്, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, ഇതെല്ലാം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് സേവന മേഖലയാണ്. അപ്പൊ സേവന മേഖലയുടെ വരുമാനം കാലക്രമേണ കൂടി വരികയാണ്. സേവന മേഖലയുടെ വരുമാനം കാലക്രമേണ കൂടി വരികയാണ്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റും പഠിക്കുക. കാർഷിക മേഖല കാലക്രമേണ കുറഞ്ഞു വരുന്നു, വ്യാവസായിക മേഖലയും കാലക്രമേണ കുറഞ്ഞു വരുന്നു, സേവന മേഖല കാലക്രമേണ കൂടി വരുന്നു, സേവന മേഖല കാലക്രമേണ കൂടി വരുന്നു. ഇതാണ് ഈ 3 മേഖലയ്ക്കും സംഭവിച്ച മാറ്റങ്ങൾ. ഈ 3 മേഖലയ്ക്കും സംഭവിച്ച മാറ്റങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സാമ്പത്തിക മേഖല എന്നറിയപ്പെടുന്നത്. അതിൽ തന്നെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നറിയപ്പെടുന്നത്. കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും സേവന മേഖലയും നല്ലതുപോലെ പഠിക്കുക. ഇത് കറണ്ട് അഫയർ ആയിട്ടും ചോദിക്കാം, എക്കണോമിക്സ് പാഠഭാഗത്തും ചോദിക്കാം. 2 രീതിയിലും ചോദിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക.